അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മറുപടിയിൽ അമ്പിളിയും രാഘവനും ഒരുപോലെ ഞെട്ടി. ഒപ്പം അമൃതയും. പെണ്ണോ? നീ എന്താ തമാശ പറയാണോ? അമ്പിളി അമ്പരപ്പോട് ചോദിച്ചു. തമാശ പറയാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. ഏത് പെണ്ണ്? അമ്പിളിയുടെ ചോദ്യത്തിന് മുൻപിൽ ഒന്ന് പതറി. സമയമാകുമ്പോൾ ഞാൻ പറയാം. സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത നീയാണോ ഇനി ഒരു പെണ്ണിനെ കൂടി ചെലവിന് കൊടുക്കാൻ പോകുന്നത്? രാഘവന്റെ വകയായിരുന്നു ആ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവളെ കൊണ്ടുവരാനുള്ളൊരു കഴിവെനിക്കില്ല. ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. അവളുടെ വീട്ടിൽ ഞങ്ങളെപ്പറ്റി പറയുകയെങ്കിലും വേണം. അതിനൊരു സാഹചര്യം കിട്ടണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ ചെറിയൊരു ജോലി വേണം. അത് കഴിഞ്ഞ് ഞാൻ പോവും. ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ല. എന്താണെങ്കിലും 1 വർഷം കഴിയാതെ ഗൾഫിൽ പോകുന്നതിനെപ്പറ്റി ഇനി എന്നോട് പറയണ്ട. അത് നടക്കത്തില്ല. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ അകത്തേക്ക് കയറിയപ്പോൾ രാഘവൻ അമ്പിളിയുടെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ. ഇനിയിപ്പോൾ നിർബന്ധിച്ചിട്ടും കാര്യമില്ലല്ലോ. പേടിയോടെ അവർ പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാത്ത പാടേ ഉള്ളൂ. നിന്റെ മോന് പെണ്ണ് കിട്ടാൻ നോക്കിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചെയ്. അല്ലെങ്കിലേ പണ്ട് മുതലേ അനുസരണയില്ലല്ലോ. നീ ആ കോഴിക്കറി ശരിയാണെങ്കിൽ കുറച്ച് കപ്പ പുഴുങ്ങിയതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവാ. വീണ്ടും മദ്യപാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് എത്തിയിരുന്നു അമ്പിളി. അവൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഞെട്ടൽ അവരിൽ പ്രകടമായിരുന്നു. കുളി കഴിഞ്ഞെത്തിയ അനന്തുവിൻ്റെ അരികിലേക്ക് ചെറുചിരിയോടെയാണ് അമൃത എത്തിയത്. ഒന്നും മിണ്ടാതെ അവൾ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ തലകൊണ്ട് അവളോട് എന്താണെന്ന് ചോദിച്ചു. ആരാ ആ പെണ്ണ്? ഏതു പെണ്ണ്? ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ? വെറുതെ പറഞ്ഞൊന്നുമല്ല, എനിക്ക് നന്നായിട്ടറിയാം. ചേട്ടൻ പറഞ്ഞ്. സത്യടി, അങ്ങനെ ഒരാളൊന്നുമില്ല. ഞാൻ വെറുതെ എന്നോടിങ്ങനെ ജോലിയുടെ കാര്യം പറഞ്ഞ് എപ്പോഴും ശല്യപ്പെടുത്തുന്നത് കൊണ്ടൊന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. പെട്ടെന്നാണ് അനന്തുവിൻ്റെ ഫോൺ അടിച്ചത്. ചാടി അത് കയ്യിൽ നിന്ന് എടുത്തത് അമൃതയായിരുന്നു. ഡിസ്പ്ലേയിൽ ദിവ്യ എന്ന് തെളിഞ്ഞപ്പോൾ തന്നെ ചെറു ചിരിയോടെ അവൾ മുഖത്തേക്ക് നോക്കി. ഒരു ദിവ്യ! അവനൊന്ന് പതറി. നീ ഫോണിങ് തന്നേ. ചേട്ടൻ വിളിക്ക്, ഞാൻ പിന്നെ വിളിച്ചോളാം. ഇതാണോ ആ പെണ്ണ്? ആ പറഞ്ഞേ, ഞാൻ വിളിക്കട്ടെ? ചിരിയോടെ അവൾ പറഞ്ഞു. നീ ചുമ്മാ കളിക്കരുത്. ഫോൺ ഇങ്ങോട്ട് തന്നേ. ഫോണൊക്കെ തരാം. ഇക്കാര്യം പറ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. ഫോൺ എടുക്കല്ലേ? എങ്കിൽ പറ. അത് തന്നെ. അല്പം മടിയോടെയായിരുന്നു അവൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഫോണിലെ റിങ്ങും അവസാനിച്ചിരുന്നു. അന്ന് ഏട്ടൻ എന്നോട് ചോദിച്ച ചേച്ചിയാണോ? ആ. എന്നിട്ടാണോ അന്ന് വലിയ ജാടയിട്ടത്? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. എനിക്കെന്താ പരിചയപ്പെടുത്തി തരാത്തെ? എൻ്റെ നാത്തൂനല്ലേ. പരിചയപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. മതി. നീ വെറുതെ അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോടും പറയില്ല. ഇതിപ്പോൾ എത്ര നാളായി നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിട്ട്? ഒരുപാട് നാളൊന്നും ആയില്ലടി. 2 ദിവസം. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. പിന്നെ വിശ്വസിച്ചു. 2 ദിവസമായ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചേട്ടൻ പറയില്ലെന്ന് എനിക്കറിയാം. സത്യം പറ, കുറച്ച് നാളായി. അപ്പോഴേക്കും വീണ്ടും ഫോൺ അടിക്കാൻ തുടങ്ങിയിരുന്നു. ശല്യം അവൻ മനസ്സിലോർത്തു. അതും പറഞ്ഞുകൊണ്ടാണ് അവൻ ഫോണെടുത്ത് പിന്നാമ്പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഹലോ അനന്തുവേട്ടാ, എനിക്ക് ഉറക്കമൊന്നുമില്ലേ? അല്പം താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ചോദിച്ചത്. അതെന്താ, ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? അവളുടെ സ്വരത്തിൽ വിഷാദം പടർന്നപ്പോൾ സ്വരം അല്പം മയപ്പെടുത്തി അവൻ. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കുളിക്കുകയായിരുന്നു. എല്ലാവരും ഇപ്പോഴും ഉറങ്ങിയത്. എനിക്ക് ഏട്ടനെ വിളിക്കാതെ കിടന്നിട്ട് ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അമ്മ കാണാതെ ഫോൺ എടുത്തതാ. പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി. കിടക്കുന്നതിന് മുമ്പ് അനന്തുവിന് ശരിക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ ദേഷ്യം കടിച്ചമർത്തി. പിന്നെ നാളെ തീർച്ചയായും വരുമല്ലോ അല്ലേ? ആ വരാം. കഴിച്ചോ അനന്തുവേട്ടാ? ഇല്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അനന്തുവേട്ടൻ എന്താ പഠിക്കുന്നത്? PG ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കോച്ചിങ് ഉണ്ട്. എന്തിൻ്റെ കോച്ചിങ്? പോലീസ് ട്രെയിനിങ്. ആഹാ, അപ്പോൾ ഭാവിയിലെ പോലീസുകാരനാണ്. എൻ്റെ ഭാവി ഇരിക്കുന്ന ഇപ്പോൾ നിൻ്റെ കയ്യിലാണ്. എൻ്റെ കയ്യിലോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അനന്തു പതറിപ്പോയി. അല്ല, നമ്മുടെ ഭാവി എങ്ങനെയായി തീരുമെന്ന് ഞാൻ പറഞ്ഞതാ. നമ്മുടെ ഭാവിയുടെ കാര്യത്തിൽ എനിക്കും സംശയമൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ എനിക്കിനി മറ്റൊരു ജീവിതം ഇല്ല.
ഒരു നിമിഷം അവൻ്റെ ഹൃദയം ഒന്ന് ഉലഞ്ഞു തുടങ്ങിയിരുന്നു. ഇത്രയും കൊല്ലം നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും മറന്ന് എൻ്റെ കൂടെ വരാൻ ഞാൻ പറയില്ല, ഒഴിയാനായി അവൻ പറഞ്ഞു. ആദ്യം എതിർത്താലും എൻ്റെ ഇഷ്ടത്തിനപ്പുറം അവർക്കൊന്നും ഉണ്ടാവില്ല. അതെൻ്റെ ഒരു വിശ്വാസമാണ്. എന്നെപ്പറ്റി സത്യത്തിൽ നിനക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയണ്ട. അവനെ തുടരാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം എനിക്കറിഞ്ഞാൽ മതി. അതിനു മുൻപുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയണ്ട. അതെന്നെ ബാധിക്കില്ല. കുറേ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ അനന്തവേട്ടൻ അതിനു മുൻപ് എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ മുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ എങ്ങനെയാണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. അതിലൊരല്പം പോലും കള്ളം കാണിക്കാതിരുന്നാൽ മതി. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അത് പറയാൻ പോലും എനിക്കറിയില്ല. ഇത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇത്രമേൽ തന്നെ അന്ധമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ആത്മാർത്ഥതയോടെയാണ് അവളുടെ ഓരോ വാക്കുകളും. ചെയ്യുന്നത് മഹാ അപരാധമാണെന്ന് അവന് തോന്നിത്തുടങ്ങി. ഏത് ഗംഗയിൽ കുളിച്ചാലാണ് ഈ പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കുക? പറഞ്ഞു പറ്റി ചാശ നൽകി അവളെ മോഹിപ്പിച്ച് ഈ ഒരു തെറ്റിന് താൻ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ ശിക്ഷയായിരിക്കും ഈശ്വരൻ്റെ കോടതിയിലെന്ന് അവൻ ഉറപ്പായിരുന്നു. സഹതാപമാണ് അവളോട് തനിക്ക് തോന്നിയത്. ഞാൻ നാളെ വിളിക്കട്ടെ, ഒന്നും കഴിച്ചില്ല. അവളോട് സംസാരിച്ചാൽ താൻ ഉലഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ പറഞ്ഞു. ശരി, ഭക്ഷണം കഴിച്ച് കിടന്നു. നാളെ വൈകുന്നേരം കാണാനുള്ളതല്ലേ? ശരി. ഹലോ, വയ്ക്കില്ലേ? എന്താ? ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. എന്നോടൊന്നും ചോദിച്ചില്ല. അനന്തവേട്ടന് ശരിക്കും എന്നെ ഇഷ്ടം തന്നെയല്ലേ? നിഷ്കളങ്കമായ അവളുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇഷ്ടമാണെന്ന് കാണിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനം വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയല്ല, അവൾ വക്കി തപ്പി. ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ചോദിക്കാനും പ്രേമിക്കാനും എന്നും എനിക്കറിയില്ല. അതിന് നീ മറ്റർത്ഥങ്ങളൊന്നും കാണണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. മനസ്സിലൊരു കാർമേഘം വ്യാപിക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. തെറ്റാണ്, മഹാ അപരാധമാണ് ചെയ്യുന്നത്. തനിക്ക് വേണ്ടി അവൾ ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചാൽ അതുപോലും തന്നെ ചുട്ടുപൊള്ളിച്ച് കളയാൻ പാകത്തിനുള്ളതായിരിക്കുമെന്ന് അവന് തോന്നിയിരുന്നു. ഇത്രമേൽ തീവ്രമായി അവളുടെ മനസ്സിൽ താനുണ്ടായിരുന്നു. സംസാരിച്ച് 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളുടെ സ്നേഹത്തിൻ്റെ ആഴം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഹരിതയ്ക്ക് മുൻപേ കണ്ടിരുന്നുവെങ്കിൽ മറ്റാർക്കും താൻ അവളെ വിട്ടുകൊടുക്കില്ലായിരുന്നു. ചേർത്ത് പിടിച്ചേനെ എന്നും ഈ നെഞ്ചോട്. ആ ഒരു നിമിഷം അവൻ ചിന്തിച്ചു. ഈശ്വര, താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് അവൻ തന്നെ ഓർത്തുപോയി. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ. തൻ്റെ മനസ്സ് കൈവിട്ടു പോകാൻ തുടങ്ങിയോ? സ്നേഹത്താൽ ഒരുവളിൽ കീഴ്പ്പെട്ടു പോകുന്നത് പോലെ, അടരാനാകാതെ ഉള്ളം കൊതിക്കും പോലെ. ജീവിതത്തിൽ ഇപ്പോൾ ഒരു താളമുണ്ട്. അതിൻ്റെ രാഗം അവളാണ്. തൻ്റെ ഹൃദയത്തിൻ്റെ രാഗമായി അവൾ മാറിയോ? അവന് തന്നെ ഉത്തരമില്ലാത്തൊരു സമസ്യയായിരുന്നു അത്. ഇല്ല, ഇതിൻ്റെ ഒരു ചിന്ത പോലും തനിക്ക് വരാൻ പാടില്ല. താൻ വെറും ഒരു കൂലിക്കാരൻ മാത്രമാണ്. ഏൽപ്പിച്ച ജോലി ചെയ്ത് പണം വാങ്ങി തിരികെ പോകേണ്ട തനിക്ക് ഉള്ളിൽ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ആവശ്യമില്ല. എങ്കിലും തന്നെ അന്ധമായി സ്നേഹിക്കുന്ന ഒരുവളെ കണ്ടില്ലെന്ന് നടിക്കാൻ തന്നിലെ മനുഷ്യന് സാധിക്കുമോ? ഉലഞ്ഞു പോകുന്നുണ്ടോ താൻ ആ ഒരുവളുടെ സ്നേഹലാളനകളാൽ? ഹൃദയവഴികളിൽ എവിടെയോ ഒരു ചുവന്ന വാക പൂത്തു തുടങ്ങി. സംശയങ്ങൾ ഏറുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവനൊന്ന് തല കുടഞ്ഞിരുന്നു. പിന്നെ അകത്തേക്ക് കയറിപ്പോയി. ഒരാകുലതകളുമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രികളിലൊക്കെ നിദ്ര പുൽകിയവൻ അന്ന് മാത്രം അസ്വസ്ഥതയിൽ ഉലഞ്ഞു തുടങ്ങിയിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഒരുവളുടെ കിളിക്കൊഞ്ചൽ മാത്രം കാതിൽ വലയം ചെയ്യുന്നു. അത് കാതിൽ മറ്റൊലി തീർക്കുകയാണ്. അനന്തവേട്ട എന്ന അവളുടെ കിളിക്കൊഞ്ചൽ ഹൃദയധമനികളിൽ തട്ടി പ്രതിധ്വനിക്കുന്നു. അവസാനം അവൻ ഫോൺ എടുത്ത് കിരണിനെ വിളിച്ചു. എന്തോന്നടാ ഇത്, നിനക്ക് ഉറക്കമില്ലേ? ഉറക്കം നഷ്ടമായ ശബ്ദത്തോടെ പറഞ്ഞവൻ. എനിക്ക് ഉറക്കമില്ലട തെണ്ടി, നീ ഉറങ്ങണ്ട. ഇതിനകത്ത് എന്നെ വലിച്ചിട്ടത് നീയാ. എന്നിട്ട് നീ അങ്ങനെ കിടന്ന് സുഖിച്ചുറങ്ങണ്ട. ഏതിലേക്ക് വലിച്ചിട്ടു? കിരണേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ പെൺകൊച്ച് ഉറക്കം കെടുത്തുന്നു. നിസ്സഹായതയോടെ അനന്തു പറഞ്ഞു. ഏത് പെൺകൊച്ച്? എടാ ടാഷ്മോനെ, ആ ദിവ്യ. കുഴപ്പമായോ? ഒരു ജഗദീഷ് സ്റ്റൈലിലുള്ള അവൻ്റെ മറുപടി കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് പോലും അനന്തുവിന് അറിയില്ലായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറ്റബോധമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ. 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങായിരുന്നു. പുല്ല്.
1 രൂപ പോലും എടുക്കാനില്ല. ഉണ്ടെന്ന് പറഞ്ഞാലും ബിവറേജസിലിരിക്കുന്നത് നിന്റെ ചിറ്റപ്പനാണല്ലോ. നീ കണ്ണു തുറന്ന് നോക്ക്, 1:45 നിനക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണെന്നാണ് നിന്റെ വിചാരം? എന്നാൽ പിന്നെ ഉറങ്ങാൻ നീ എനിക്ക് നല്ലൊരു മാർഗം പറഞ്ഞതാ. നിന്റെ അമ്മയ്ക്ക് BP ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാർഗം ഉണ്ടായിരുന്നു. എന്തു മാർഗം? ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു. പിറ്റേന്ന് ഉണർന്നെന്ന് പറയാം. അതെണ്ടി, നിന്നെ വിളിച്ച എന്നെ വേണം തല്ലാൻ. ഇഷ്ടമാണെങ്കിൽ നീ ബാക്കിയെല്ലാം വേണ്ടെന്ന് വെച്ച് അവളെ അങ്ങ് കെട്ടണം. അവളേതായാലും സ്ട്രോങ് ആയിട്ട് നിന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താണ്? നീ വിവേകിനെ പറ്റിച്ചൊന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ വിറ്റ കാശ് അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും ഒരുത്തൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് പ്രേരിപ്പിക്കൂ? അവനൊരു പരമചെറ്റയാണ്. അവൻ്റെ കാര്യമൊന്നും നീ വിചാരിക്കണ്ട. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ കെട്ടണം, അത്രയേ ഉള്ളൂ. ഒരു നിമിഷം അനന്തുവിൻ്റെ മൗനം കിരണിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. സാധാരണ ഇത്തരം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനാണ് ഇന്ന് മൗനമായിരിക്കുന്നത്. അതിൻ്റെ കാരണം അറിയാമായിരുന്നുവെങ്കിലും കിരണിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചു കിടന്നു. രാവിലെ തുടരെയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. നാശം, ഉറങ്ങാൻ സമ്മതിക്കില്ല. ചെവിയിൽ തലയണ വെച്ച് കിടന്നു. ഫോണിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും ഉറക്കം അലോസരപ്പെടുത്തി തുടങ്ങിയിരുന്നു. അവസാനം അവൻ ആരാണെന്ന് പോലും നോക്കാതെ ഫോൺ എടുത്തു. വായിൽ വന്നത് നല്ല ഒന്നാന്തരം ചീത്തയാണ്. അത് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപ്പുറത്തു നിന്നും ശബ്ദം കേട്ടിരുന്നു. അനന്തുവേട്ടാ. എന്തുകൊണ്ടോ അവളോടൊന്നും പറയാൻ അവന് തോന്നിയില്ല. ആ പറ, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? ഉറക്കമായിരുന്നോ? അല്ല, ഞാൻ തലയും കുത്തി നിൽക്കുന്നു. പെണ്ണെ, നീ കാര്യം പറ. എനിക്കിന്ന് കോളേജില്ല. നന്നായെന്നോ? ഇന്ന് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ? അത് സാരമില്ല, നാളെ കാണാം. പറ്റില്ല, എനിക്കിന്ന് അനന്തുവേട്ടനെ കാണണം. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. നീ മാത്രമല്ല, ഞാനും ഉറങ്ങിയില്ല. അതാ പറഞ്ഞത്, എനിക്ക് കാണണം. നിനക്ക് കോളേജില്ലല്ലോ, പിന്നെ എങ്ങനെ കാണാനാ? ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ വരാം, അപ്പോൾ കാണാം. ഞാൻ അമ്പലത്തിലൊന്നും വരാറില്ല. എനിക്കൊരു ഈശ്വരന്മാരെയും വിശ്വാസമില്ല. പ്ലീസ്, എനിക്ക് വേണ്ടി മറ്റൊരു മാർഗം എനിക്ക് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ അമ്പലത്തിൽ വരൂ. അമ്പലത്തിലൊന്നും ഞാൻ കയറില്ല കൊച്ചേ. അതുമാത്രമല്ല, ആ ആൽത്തറയിൽ അവിടെ മുഴുവൻ എൻ്റെ കൂട്ടുകാർ. എങ്ങാനും കണ്ടാൽ പിന്നെ ആരും കാണാതെ വന്നാൽ മതി. നോക്കട്ടെ. നോക്കിയാൽ പോരാ, അമ്പലത്തിലെ കുളക്കരയിൽ ഇരുന്നാൽ മതി. അവിടെ ആരും ഉണ്ടാവില്ല. ദീപാരാധനയ്ക്ക് മുമ്പ് ഞാൻ വരും. സന്ധ്യാസമയം ആയതുകൊണ്ട് അവിടേക്ക് ആരും വരില്ല. പിന്നെ അന്നിവിടെ അടുത്തൊരു കല്യാണത്തിന് വന്നപ്പോൾ ഇട്ട ആ നീല ഷർട്ട് ഇടണേ. നീല ഷർട്ടും അന്ന് സ്റ്റേജിൽ കയറി പാടിയില്ലേ, അന്നിട്ട ഷർട്ട്. ഓ, ആ ഷർട്ട്. അത് എൻ്റെ ഒന്നും അല്ലായിരുന്നു, കിരണിൻ്റെയാണ്. അവൻ കൊണ്ടുപോയി. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ഇട്ട് വന്നോളാം. നീ വച്ചിട്ട് പോകാൻ നോക്കി. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വേദന തോന്നിയെങ്കിലും അവൻ വന്നോളാമെന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസം നിറഞ്ഞു നിന്നിരുന്നു അവൾക്ക്. ക്ലോക്കിലെ സൂചിക്ക് വേഗത പോരാ എന്ന് പോലും അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും പ്രിയപ്പെട്ടവനെ കാണാൻ തുടങ്ങുന്നതിൻ്റെ ആവേശം. മനസ്സിലിങ്ങനെ ഒരു പഞ്ചാരിമേളം അവന് വേണ്ടി തുടികൊട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കരിമ്പച്ചിയും മെറൂൺ കസവും ഇടകലർന്ന ഒരു പട്ടുപാവാടയായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. കുളി കഴിഞ്ഞ് നീളമുള്ള മുടി വിടർത്തിയിട്ടു. കണ്ണിൽ ഭംഗിയായി അഞ്ജനം എഴുതി. മെറൂണും പച്ചയും കുപ്പിവളകൾ ഇടകലർത്തി 2 കൈകളിലുമായിട്ടു. അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിയ പച്ചക്കല്ലുകൾ പതിപ്പിച്ചൊരു നെക്ലേസ് കൂടി അണിഞ്ഞു. അപ്പോഴേക്കും സുന്ദരിയായി അവൾക്ക് തന്നെ തോന്നി. അതോടൊപ്പം ഒരു പച്ചക്കല്ലുകൾ പതിച്ച ജിമിക്കിയും അണിഞ്ഞു. വീണ്ടും കണ്ണാടിയിൽ നോക്കി ഉറപ്പ് വരുത്തി അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഹൃദയതാളം വർദ്ധിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.